പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിലെ 5-ാം അധ്യായം 6-7 വാക്യം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിലെ 6-7 വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നന്ദി യേശുവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യേശുവേ, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് താഴ്ത്തുന്നു. എൻ്റെ സകല ചിന്തകളും യേശുവേ, എൻ്റെ സകല പോരായ്മകളും അവൻ കർത്താവെ എല്ലാം മറന്ന് എന്നെ സ്നേഹിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ താണു വരുന്നു. അപ്പാ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, താഴ്ചയിൽ നിന്നും എന്നെ ഉയർത്തുന്ന ദൈവമേ, അവസരങ്ങളിൽ നിന്നും ഉയർത്തുന്ന ദൈവമേ. ആമേൻ. യേശുവേ, ചീട്ടുകളിൽ നിന്ന് എന്നെ ചെളിയിലകപ്പെട്ടു പോയ എന്നെ ആ കരം തന്ന് കരുതി ഇത്രത്തോളം എന്നെ ഉയർത്തിയ കർത്താവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദഭാഗം ഒരിക്കൽ വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 6-7 വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. അതെ, നമ്മുടെ ഇന്നത്തെ എല്ലാ ചിന്തകളും, നമുക്ക് വന്നിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളും മാറ്റിവെച്ച്, നമ്മുടെ എല്ലാ കഷ്ടതകളും മാറ്റിവെച്ച് നമുക്കൊരു നിമിഷം നമ്മുടെ അപ്പൻ്റെ സന്നിധിയിലേക്ക് ചേർന്നിരിക്കാം. അവൻ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് അറിയുവാൻ സാധിക്കും. അതെ, ആ കുപ്പക്കൂനയിൽ കിടന്നിടത്ത് നിന്നും ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഒരു സാക്ഷ്യമായി തന്നെ ഞാൻ അതിന് സന്നിധിയിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുക. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞതിന് തുടങ്ങട്ടെ. ഒരു കുപ്പക്കൂനയുടെ അവസ്ഥയിൽ നിന്ദിത പാത്രമായി, നിന്നയായി, പരിഹാസമായി, അവൻ കർത്താവേ എങ്ങനെ പറയട്ടെ, പ്രിയരായി ഉണ്ടായിരുന്ന എല്ലാവരും തള്ളിക്കളഞ്ഞു, എല്ലാവരും ഉപേക്ഷിച്ചു. ഇനി എനിക്ക് രക്ഷയില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഇരുന്ന അവസ്ഥയിൽ എന്നെ ആ കരം തന്ന് ഉയർത്തിയ ദൈവം, ആ കരം തന്ന് എന്നെ കരുതിയ ദൈവം. ഹല്ലേലൂയ. അതെ, സങ്കീർത്തനങ്ങൾ 113:7 ഇങ്ങനെ പറയുന്നു, അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ഒന്ന് താഴ്ത്തുമ്പോൾ ഞാൻ എളിയവനാണ് കർത്താവേ, എനിക്ക് പുകഴുവാൻ ഒന്നുമില്ല, എനിക്കൊന്നും പറയുവാൻ ഒരു യോഗ്യതയുമില്ല. ഒന്ന് താഴ്ത്തി കൊടുത്താക്കെ നിന്റെ ഈ അവസ്ഥയിൽ നിന്നെ ഉയർത്തുമെന്നാ പറയുന്നേ. കുപ്പക്കൂനയിൽ നിന്നും, കുപ്പയ്ക്കകത്ത് കിടക്കുന്നിടത്ത് നിന്നും നിന്നെ ഉയർത്തി പുറത്ത് കൊണ്ടുവരുന്ന ദൈവം വേറെ ആരുമല്ല, നമ്മുടെ സർവശക്തനായ യേശു തന്നെ. യേശുവിന് മാത്രമേ നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ കഴിയൂ. നമ്മുടെ യേശുവിന് മാത്രമേ കൂടെ നിന്ന് നിന്നെ കരുതുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പലരും ആശ്വാസമായി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എൻ്റെ അവസാനം വരെ കാണും. ഒരു വ്യസനം വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ ഇവരൊക്കെ എൻ്റെ കൂടെ നിൽക്കും. പക്ഷേ അങ്ങനെ ചിന്തിച്ച ഞാനൊരു പൊട്ടനും മണ്ടനുമൊക്കെ ആയി. ഹല്ലേലൂയ. ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യം ഓടിയത് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവരാ. ഹല്ലേലൂയ. എങ്കിലും ഓടാത്ത എൻ്റെ യേശു പ്രശ്നത്തിന് മതി എന്നെ ഇട്ടുകൊടുക്കാതെ, പ്രതികൂലങ്ങൾക്ക് മതി എന്നെ ഇട്ടുകൊടുക്കാതെ, ആ സ്നേഹം കൊണ്ട് എന്നെ വീണ്ടെടുത്ത് നിങ്ങളുടെ മുൻപിൽ ഇന്ന് എന്നെ കൊണ്ട് നിർത്തിയെങ്കിൽ ആ യേശു എത്ര വലിയവനാ. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല, എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞു, ഞാൻ അവസാനം വരെ നിന്നോടൊപ്പം ഉണ്ടാവും, നിന്റെ ഏത് ഉയർച്ചയിലും താഴ്ചയിലും ഞങ്ങളുണ്ടാവും, ഞങ്ങൾ ആരൊക്കെ നിന്നെ വിട്ടാലും ഞാൻ നിന്നെ വിടുകയില്ല. ഓഫീസിലുള്ളവരും പറഞ്ഞു, ഹല്ലേലൂയ. ജോലി സ്ഥലത്ത് നിന്നവർ പറഞ്ഞു, അപ്പനെ പോലെ കരുതിയ ആളാ അദ്ദേഹവും പറഞ്ഞു, ഞാൻ നിന്നെ കൈവിട്ട് കളയുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നീ എന്നോടൊപ്പം ചേർന്ന് നിന്നാൽ മതി. പക്ഷേ ഒരു പ്രശ്നം വന്നപ്പോൾ, ഹല്ലേലൂയ, ഞാൻ മറ്റൊരു ജോലി തേടുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യം കൈവിട്ടത് അങ്ങനെയുള്ളവരൊക്കെ തന്നെയാ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എവിടേക്ക് ഓടും? ഇനി എൻ്റെ സ്ഥിതി എന്താ? മരണമാണോ അതോ ഒരു കുപ്പക്കൂനയാണോ? ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, ഈ ജോലി വിട്ട് ഞാൻ ഇറങ്ങിയാൽ ഇനി പക്ഷെ ഞാൻ ഇറക്കുന്നത് തെരുവോരങ്ങളിലായിരിക്കാം. ഹല്ലേലൂയ. ഞാൻ അതുവരെ കരുതി ഇതാണ് സകലവും, ഈ ജോലിയിൽ
ജോലിയിലാണ് എനിക്ക് സകല ഉയർച്ചയുമുള്ളത്. ഈ ജോലി എന്നെ കരുതും, അദ്ദേഹം എന്നെ കരുതിക്കോളും, അദ്ദേഹം എന്നെ കൈവിടുകയില്ല. പക്ഷേ എൻ്റെ ചിന്തകൾക്കും അധീനമായി ഹല്ലേലൂയ ചിലത് സംഭവിച്ചു. ഞാൻ പുറത്ത് ഇറങ്ങേണ്ട അവസ്ഥ വന്നു. പുറത്തിറങ്ങിയപ്പോൾ ആദ്യത്തെ ചിന്ത ഇത് തന്നെയായിരുന്നു: ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ സ്ഥിതി ഇനി എന്താണ്? ഞാനിനി ആരുടെ കൈടത്തി പോകും? ഞാൻ എവിടെ പോയി കൈ നീട്ടും? ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ യേശുവിനെ ഞാൻ കൈവിട്ടില്ല. ഞാൻ യേശുവിനൊപ്പം ചേർന്നു. ആ യേശു ഹല്ലേലൂയ എന്നെ കൈവിട്ടില്ല. പുതുവഴികളും നൽവഴികളും തുറന്നു തന്ന് എന്നെ ആശ്വസിപ്പിച്ച് ദീപൽക്കടകര ബൗഡക്ഷാര അടഞ്ഞു കിടന്ന വഴികൾ പോലും എനിക്ക് മുൻപിലായി കെട്ടിവച്ച് കോട്ടവാതിലുകൾ പോലും എനിക്ക് മുൻപാ നിന്ന് ഹല്ലേലൂയ താമര വാതിലുകളെ പോലും തകർത്ത് എനിക്ക് വഴികളെ ഒരുക്കിയ എൻ്റെ യേശു എത്ര വലിയവനാ. ഹല്ലേലൂയ. അതെ, സംഗീതക്കാരൻ അത് തന്നെ പറയുന്നേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദയയും നന്മയും കുറിച്ചാണ് ഇവിടെ പറയുന്നേ. അവൻ്റെ ദയ എത്ര വലിയതാ. ഹല്ലേലൂയ. അവൻ വലിയവൻ ആണെങ്കിലും ഹല്ലേലൂയ നിസ്സഹായവരെ കുറിച്ചും ദരിദ്രരെ കുറിച്ചും എളിയവരെ കുറിച്ചും അവന് വലിയ വളരെ കരുതലുണ്ട്. ഹല്ലേലൂയ. അവന് കുപ്പയിൽ കിടക്കുന്നവരെ കുറിച്ച് കരുതലുണ്ട്. നമുക്ക് മുൻപിൽ ഇരിക്കുന്ന ഹല്ലേലൂയ ഈ തലമുറകളെ ഓർത്ത് യേശുവിന് ചിന്തയുണ്ട്. ഹല്ലേലൂയ. അതെ, യേശു പറയുന്നു, എൻ്റെ മക്കളാണ് ഇവരും. ഹല്ലേലൂയ. എൻ്റെ മക്കൾ തന്നെയാണ് ഈ ലോകത്ത് നശിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മക്കളെ ഓർത്ത് യേശുവിന് സങ്കടമില്ലാതെ ഇരിക്കുമോ? നിങ്ങൾ തലമുറകളെ ഓർത്ത് കരയുന്നത് പോലെ നമ്മുടെ യേശുവും തലമുറകളെ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. വഴിയരികിൽ കിടക്കുന്നതും റോഡരികിൽ ഹല്ലേലൂയ അമ്മ ആരെന്നോ അപ്പൻ ആരെന്നോ അറിയാതെ റോഡരികളിൽ വഴിയരികളിൽ കിടക്കുന്ന ഹല്ലേലൂയ കുപ്പക്കൂനയ്ക്കകത്ത് കിടക്കുന്നത് പോലെ പെട്ട് കിടക്കുന്ന തലമുറകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള തലമുറകളെയും എൻ്റെ യേശു ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിൻ്റെ 17 മുതൽ 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു: ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ടായിരിക്കുന്ന ഒരു ബാലൻ്റെ നിലവിളി. ഹല്ലേലൂയ. ഇങ്ങനെ തന്നെ പറയട്ടെ: ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. കേട്ട ദൈവം വെറുതെ ഇരിക്കുമോ? ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഒരു നിലവിളി ശബ്ദം കേട്ടാൽ വെറുതെ ഇരിക്കുന്നവനല്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിലിരുന്ന് ഒന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ ശബ്ദം യേശു കേൾക്കാതിരിക്കുമോ? അതാ വചനം പറഞ്ഞേ, ദൈവം ആ നിലവിളി ശബ്ദം, ദൈവം നിന്റെ കരച്ചിൽ കേട്ടു. ഹല്ലേലൂയ. കേട്ട ദൈവം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 26 അധ്യായം അതിന് 7 വാക്യം അതിൻ്റെ 2 ഭാഗം ഇങ്ങനെ പറയുന്നു: നിലവിള കേട്ടു, ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. ഹല്ലേലൂയ. നിലവിളി കേൾക്കുക മാത്രമല്ല, ഹല്ലേലൂയ, ദൈവം കാണുകയാ. നിന്റെ കഷ്ടത കാണുന്നുണ്ട്, നിന്റെ പ്രയാസം കാണുന്നുണ്ട്, നിന്റെ ഞെരുക്കവും കാണുന്നുണ്ട്. നീ ആയിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് ദൈവം തിരിച്ചറിയുകയാ. നീ ഏത് സ്ഥിതിയിലാണ് ഇറുകിയിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ചിലപ്പോൾ നിനക്ക് ഒപ്പമുള്ളവരോട് പോലും പറയുവാൻ കഴിയാത്ത ഒരു അവസ്ഥ, ഞെരുങ്ങുന്ന അവസ്ഥ, ഹൃദയം കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥ. ആ നിലവിളി ശബ്ദം യേശു കേൾക്കുക മാത്രമല്ല, ആ അവസ്ഥയെ തിരിച്ചറിയുന്നവൻ. ഹല്ലേലൂയ. അതെ, അതെ, ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ചോട് അവളോട്: ഹാഗറേ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ഹാഗറിനോട് പറയുക, ദൂതൻ പറയുക, ബാലൻ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട്. ഹല്ലേലൂയ. ബാലൻ എവിടെയാണോ ഇരുന്ന് നിലവിളിക്കുന്നേ, അതാ പറഞ്ഞേ, കുപ്പക്കൂനയിലായിരിക്കാം, കുഴിക്കകത്തായിരിക്കാം, പെട്ട് കിടക്കുകയായിരിക്കാം, അതിനകത്ത് കിടന്നുകൊണ്ട് ഹല്ലേലൂയ യേശുവേ എന്നൊരു ഉറക്കെ വിളിക്കുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥലം പോലും നോക്കാതെ ഹല്ലേലൂയ ഏത് സാഹചര്യത്തിലിരുന്നോ, ഏത് അവസ്ഥയ്ക്കകത്തിരുന്നാണോ നീ വിളിക്കുന്നത്, ആ അവസ്ഥയ്ക്കകത്ത് നിന്ന് തന്നെ ഹല്ലേലൂയ ആ ശബ്ദം കേൾക്കുന്നവൻ. ഹല്ലേലൂയ. ചുമ്മാ ഇരുന്നില്ല. ഹല്ലേലൂയ. അത് 19 ഇങ്ങനെ പറയുന്നു: ദൈവം അവളുടെ കണ്ണു തുറന്നു. ഹല്ലേലൂയ. അവൾ ഒരു നീരുറവ കണ്ടു.
ശബ്ദം കേട്ട ദൈവം ചുമ്മാ ഇരുന്നില്ല. ഒരു നീരുറവ തുറന്നു കൊടുക്കുക, അവളുടെ കണ്ണ് തുറക്കുക, ചുറ്റുമുള്ളതിനെ കാണുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. നിനക്ക് മുൻപിൽ നിന്നവരെ, നിനക്ക് പ്രതികൂലമായി നിന്നവരെയും, ഹല്ലേലൂയ, നിന്നെ തളർത്തുവാൻ ശ്രമിച്ചതിരുന്നവരെയും പലരെയും കാണിക്കുവാൻ തക്കവണ്ണം നിന്റെ കണ്ണിനെ ദൈവം തുറക്കുവാൻ പോകുക. ഹല്ലേലൂയ. അത് കാരണം ഇങ്ങനെ പറയട്ടെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-14-15 വാക്യങ്ങൾ 14 മുതൽ 15 വരെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളെയും അയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ രാത്രിയിൽ ചെന്നു പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതെ, എലീശ ആയിരിക്കുന്ന ഒരു പട്ടണം, ആ പട്ടണത്തിന് ചുറ്റുമായി, ഹല്ലേലൂയ, കുതിരകളും രഥങ്ങളും, ഹല്ലേലൂയ, വാക്യം പറയുന്നു, ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളും രഥങ്ങളെയും അയച്ചു. ആയിരിക്കുന്ന ദേശത്ത് അവനെ തകർക്കുവാൻ തക്കവണ്ണം പിശാച് അയച്ചിരിക്കുക. നീ ഈ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നെ തകർക്കുവാൻ വേണ്ടി, നിന്നെ മുടിച്ചു കളയുവാൻ വേണ്ടി, നിന്നെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി പിശാച് അയച്ചിരിക്കുന്ന ശക്തിയേറിയ പ്രതികൂലങ്ങളെ കാണുവാൻ തക്കവണ്ണം നിന്റെ കണ്ണിനെ അവൻ തുറക്കും. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 6-16 ഇങ്ങനെ പറയുന്നു, അതിന് അവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവളേക്കാൾ അധികം എന്ന് പറഞ്ഞു. അതെ, ആ യേശുവിന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് പറയുന്നേ, ആ ശക്തിയെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നേ. എന്നോട് കൂടെയുള്ളവൻ, ഹല്ലേലൂയ, എനിക്ക് മുൻപേ നിൽക്കുന്നവരെക്കാളും, എന്നെ തളർത്തുവാനും എന്നെ തകർക്കുവാനും നിൽക്കുന്നവരെക്കാളും വലിയവൻ. അവന്റെ കൈ ബലമുള്ളത്. ആ ബലമുള്ള കൈ കീഴിലാ ഞാൻ താണിരിക്കുന്നേ. ഹല്ലേലൂയ. ഒന്ന് താഴ്ത്തി കൊടുത്തു നോക്കിയേ. ആ കൈ കീഴിൽ താഴുവാൻ തയ്യാറാകുമ്പോൾ, ഓ റദരക്ഷാര ദീപൽബൗഡ വൈഡന്താര. ഹല്ലേലൂയ. അതെ, 2 രാജാക്കന്മാർ 6-17 ഇങ്ങനെ പറയുന്നു, പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണാത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. ഇതൊരു ദൂത. നിനക്ക് ചുറ്റും കാവൽ നിൽക്കുന്ന ദൈവത്തിന്റെ സൈന്യത്തെ നീ കണ്ണു തുറന്ന് കാണുവാൻ പോകുക. ദൈവത്തിന്റെ സൈന്യമാ നിന്നെ കാക്കുവാൻ വേണ്ടി നീ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് കിടക്കുന്ന കുഴിക്ക് ചുറ്റും, ഹല്ലേലൂയ, ആ മലമുകളിൽ ശക്തിയേറിയ സൈന്യം. നീ ഭയപ്പെട്ട സൈന്യത്തെക്കാളും വലിയൊരു സൈന്യം നിന്നെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം നിന്റെ ഒപ്പമുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറയുന്നു 23:2, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. അതെ, നീ കിടക്കുവാൻ പോകുക. ഇനി ഒരു സ്വസ്ഥത. നീ ആ നിലവിളി ശബ്ദം കേട്ട് കണ്ണു തുറന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ കാണുവാൻ പോകുന്നത് ഒരു സ്വസ്ഥതയുള്ള ദേശമാ. നിനക്ക് ചുറ്റും സമൃദ്ധിയാ. യഹോവയുടെ ആലയത്തിൽ സമൃദ്ധി ഉണ്ടെങ്കിൽ നിന്നെ അതേ ദേശത്തിനകത്ത് നീ സമൃദ്ധി അനുഭവിക്കുക തന്നെ ചെയ്യും. ആ സമൃദ്ധി നിന്റെ കൈകളിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. നിനക്കിനി വിശക്കുകയില്ല, നിനക്കിനി ദാഹിക്കുകയില്ല. നിനക്ക് ചുറ്റുമുള്ളത് പച്ചപ്പ. ഉണങ്ങിയ വരേണ്ട അവസ്ഥയിൽ നിന്നും ഇപ്പോൾ നീ ചിന്തിക്കാം, ഹല്ലേലൂയ, യേശുവേ, എനിക്ക് മുൻപിൽ ഒരു വെള്ളത്തിന്റെ ഉറവയുമില്ല. ഈ വയലിന് കൃഷി ചെയ്താൽ ഇനി ഒന്നും ഉണ്ടാകത്തുമില്ല. നിലം തരിശായി. അഥവാ മഴ പെയ്താലും ഈ ഉണങ്ങിയ നിലത്ത് ഒന്നും ആകത്തില്ല. ഒരു നീരുറവെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിലം, ഹല്ലേലൂയ, എങ്കിൽ പ്രിയ ദൈവജനമേ, ഒന്ന് പറയട്ടെ, ആ ഉണങ്ങിയ ദേശത്തിനകത്ത്, ആ വരണ്ട നിലത്തിനകത്ത് നിനക്ക് വേണ്ടി നിന്റെ കണ്ണ് തുറന്ന് ചില നീരുറവകളെ കാണിക്കുവാൻ പോകുക. നീ ആ ഉണങ്ങിയ ദേശം കണ്ട് കരയേണ്ടി വരികയില്ല. ആ ഉണങ്ങിയ നിലത്തെ ഓർത്ത് കരയേണ്ടി വരത്തില്ല.
റദരക്ഷാര ദീപൽ ബൗഡ വൈഡന്താര. ഹല്ലേലൂയ. ഇനി കൃഷിയാ, ഇനി കൊയ്ത്തിന്റെ അനുഭവം. ഹല്ലേലൂയ. നെയ്ത്ത് ഓ ദീപൽ ഭവിഷ്യസി. നീ കൊയ്തെടുക്കാൻ പോകുക. കൊയ്ത്തിന്റെ ആരവത്തോടെ, ആ സന്തോഷത്തോടെ, സമൃദ്ധിയോടെ. ഹല്ലേലൂയ. നീ നിരച്ചതിനെ, ഹല്ലേലൂയ, നീ വിതച്ചതിനെ ഓർത്ത് കരയാതെ വിതച്ചതിനെ കൊയ്തെടുക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. തലമുറകളെ ഓർത്ത് കരയുന്ന പ്രിയജനമേ, ആ തലമുറകളെ ഓർത്ത് കരയേണ്ട. അവരെ ആശ്വസിപ്പിക്കാൻ ദൈവം, ഹല്ലേലൂയ, ആ കണ്ണ് തുറക്കുന്നവനാ, ആ യേശുവിനെ വിളിക്കുന്നവനാ. ഹല്ലേലൂയ. ആ യേശുവിന്റെ ശബ്ദം അവർ കേൾക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യെശയ്യാവ് എഴുതിയ ലേഖനം 40:29 ഇങ്ങനെ പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആദ്യം നിലവിളി കേട്ടു, പിന്നെ കണ്ണു തുറന്ന് കാണിച്ചു തന്നു. ഇനി ചെയ്യുവാൻ പോകുന്ന ഇതാ ശക്തി. നീ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൃഷി ചെയ്യണമെങ്കിൽ, ഹല്ലേലൂയ, നിലമുണ്ട്, വെള്ളമുണ്ട്. ആ നിലത്തിനകത്ത് കൃഷി ചെയ്യണമെങ്കിൽ നിനക്ക് ശക്തി ആവശ്യമാ. ഹല്ലേലൂയ. ആ പഴയ ഊർജം ആവശ്യമാ. അതാ വചനം പറയുന്നേ, ക്ഷീണിച്ചിരിക്കുന്നവന് അവൻ ശക്തി നൽകുന്നു, ബലമില്ലാത്തവനെ അവൻ ബലം വർദ്ധിപ്പിക്കുന്നു. നീ ഓർത്ത് കരയേണ്ട, എൻ്റെ കാലം കഴിഞ്ഞു എന്നല്ല. നിന്റെ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിന്റെ ബലത്തെ വർദ്ധിപ്പിച്ച് നിന്റെ വാർദ്ധക്യത്തിൽ പോലും നിന്റെ നരയോളം ചുമക്കാന്ന് പറഞ്ഞവനാ. നീ നരച്ചാലും വിട്ടുപോകയില്ല, നീ നരച്ചാലും നിന്നെ വിട്ടുകളയുകയില്ല. ഹല്ലേലൂയ. ഓ, നീ തലമുടികളെ നോക്കിയാ പറയുന്നേ, എൻ്റെ തലമുടി നരച്ചു. ഹല്ലേലൂയ. ശരീരത്തെ നോക്കി പറയുകയോ, എൻ്റെ ശരീരം കൂനി, ഞാൻ എൻ്റെ ആയുസ്സുണ്ട്, എനിക്ക് ആരോഗ്യമുള്ളപ്പോഴെല്ലാം ഞാൻ നിലവിളിച്ചു, എൻ്റെ ശക്തി ചോർന്നു, എനിക്ക് പഴയതുപോലെ നിലവിളിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പഴയതുപോലെ കരയുവാൻ കഴിയുന്നില്ല, എനിക്ക് പഴയതുപോലെ തലമുറ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അതാ യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, നിനക്ക് ശക്തിയാണ് ആവശ്യം. ഹല്ലേലൂയ. നീ പഴയതുപോലെ പ്രാർത്ഥിക്കുവാൻ, നിന്നിൽ നിന്ന് ചോർന്നു പോയ ശക്തിയെയും, ഹല്ലേലൂയ, ആ ബലത്തെയും അവൻ തരും. ഹല്ലേലൂയ. യെശയ്യാ 40:31 ഇങ്ങനെ പറയുന്നു, ആ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ശക്തി തരുന്ന നീ, ശക്തി ലഭിച്ച നീ കഴുകനെ പോലെ ആകാശത്തിന് മീതെ നിനക്ക് പ്രതിസന്ധമായി നിൽക്കുന്ന ആ കുറുക്കനും നരിക്കും പാമ്പിനും ശത്രുഗണങ്ങൾക്കും ഉയരത്തിൽ തന്നെ നീ പറക്കും. താഴെ നോക്കിയല്ല, ഉയരത്തെ നോക്കി കഴുകനെ പോലെ നീ ആകാശമധ്യേ ആ ചിറകടിച്ച് ദീപൽ ബൗഡ വൈഡന്താര ദീപൽ കടകരസി തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ, ഹല്ലേലൂയ, നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. 41:10 ഇങ്ങനെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ഒന്നാമതായി പറയുന്നു, ഹല്ലേലൂയ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പം ഉണ്ടെന്ന് നീ അറിഞ്ഞുകൊള്ളുക. നീ കരഞ്ഞതും മതി, നീ പേടിച്ചരണ്ട ദിവസങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ. അടുത്ത് പറയുക, നീ ഭ്രമിച്ചു നോക്കേണ്ട, കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ചുമ്മാ ഒരു അശരീരി കേട്ടതല്ല, അവൻ എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പിന്നെ പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ശക്തീകരിക്കും. ഹല്ലേലൂയ. ബലം ചോർന്ന അവസ്ഥയിൽ, ഹല്ലേലൂയ, ഇല്ലാത്ത അവസ്ഥ, ഹല്ലേലൂയ, ഹൃദല ഭൗഷസ്തി ദീപൽ കടകര. ആരോഗ്യത്തെ ഓർത്താണ് കരയുന്നത് നമ്മളെല്ലാവരും. ഹല്ലേലൂയ. എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി, എൻ്റെ ബലം ചോർന്നു തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ നരച്ചു തുടങ്ങി, എൻ്റെ കാലുകൾക്ക് പഴയതുപോലെ ആരോഗ്യമില്ല, എനിക്ക് ഓടുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ആ കാലുകളെ അവൻ തൊടുവാൻ പോകുക, ആ ശരീരത്തെ അവൻ തൊടുവാൻ പോകുക. നീ പഴയതിനേക്കാളും ഊർജ്ജസ്വലതയോടെ, ഹല്ലേലൂയ, നീ ശക്തിയോടെ തന്നെ ഓടുവാൻ പോകുക. റദലക്ഷാര ദീപൽ ഭൗഷസി. അവൻ നിന്നെ നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങും. ഹല്ലേലൂയ.
1 ശമൂവേൽ 1 മുതൽ 2 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാർ. ഹല്ലേലൂയ. ഒന്നാമത് ഹന്ന, ഒന്നാമത്തെ അടുത്തേക്ക് ഹന്ന എന്നും മറ്റേവൾക്ക് പെനിന്ന എന്നും പേര്. ഹല്ലേലൂയ. ഹന്നയ്ക്കു മക്കൾ ഇല്ലായിരുന്നു. വേദഭാഗം പറയുന്നു ഹന്നയ്ക്കു മക്കൾ ഇല്ലായിരുന്നു. അവളുടെ കുറവാത് മക്കൾ ഇല്ലാതെ വിലപിക്കുന്ന ഹന്ന. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഹന്നയെ നിങ്ങൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. മക്കളെ തന്നു, എന്നിട്ടും ഇല്ലാത്തതുപോലെ ഒരു അവസ്ഥ. ഹല്ലേലൂയ. എല്ലാം ഉണ്ട് എങ്കിലും ഇല്ലാത്തതുപോലെ ഒരു അവസ്ഥ. അതെ, 1 ശമൂവേൽ 1:10 ഇങ്ങനെ പറയുന്നു. അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമായിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ഏൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നായെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. ഹല്ലേലൂയ. വാക്യം പറഞ്ഞു, ഹന്നായ്ക്കോ ഗർഭം ഇല്ലായിരുന്നു. ഹല്ലേലൂയ. മക്കളില്ലായിരുന്നു. ഹല്ലേലൂയ. മക്കളില്ലാതിരുന്ന ഹന്നായെ, അതെ, ആ ദൈവസന്നിധിയിലേക്ക് അവൾ കടന്നു പോയപ്പോൾ, ആ ദൈവസന്നിധിയിലേക്ക് അവൾ കുമ്പിടാൻ തയ്യാറായപ്പോൾ അവളെ കർത്താവ് ഓർത്തു എന്നാ പറയുന്നേ. അതേ ഹന്നമാരെ, നിങ്ങളെ കർത്താവ് ഓർക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹന്നമാരെ, നിങ്ങളെ കുറവുകളെ ഓർത്ത് നീ കരയണ്ട. നീ പരിഗ്രഹിച്ചു കൊണ്ടേ ഇരുന്നു. നീ യേശുവിനെ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. നിന്റെ നിലവിളി കേൾക്കുന്നവൻ, നിന്റെ ശബ്ദം കേൾക്കുന്നവൻ നിന്നെ ഓർത്തിരിക്കുക. ഹല്ലേലൂയ. അതാ വചനം പറയുന്നു 20-ാം വാക്യത്തിൽ, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ. ഗർഭം അടച്ചിരുന്നിടത്ത് നിന്നും ആ നിലവിളിച്ചപ്പോൾ ആ ശബ്ദം കേട്ടവൻ, ഹല്ലേലൂയ, കേട്ടവൻ, കണ്ടവൻ, ഒരു ഗർഭം ധരിച്ച്, ഹല്ലേലൂയ, ഹന്നയുടെ ഉദരത്തെ തുറന്നുവെങ്കിൽ, അതെ, നിന്റെ ശബ്ദം യേശു കേൾക്കുക. ഹന്നമാരെ, നമ്മുടെ ശബ്ദം യേശു കേൾക്കുക. നീ ഉച്ചത്തിൽ വിളിച്ചതാ, ഉച്ചത്തിൽ കരഞ്ഞ ശബ്ദം. കുറവുകളെ ഓർത്ത് ഹന്നായുടെ ഗർഭമടച്ച്, നമുക്കെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥ, പലപ്പോഴും ഒറ്റപ്പെടലിന്റെ അവസ്ഥ. എല്ലാവരും ഒപ്പമുണ്ട് എങ്കിലും ആരുമില്ലാത്തവരെ പോലെ ഒരു മുറിക്കകത്ത് അടച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു മാതാവിനെ കാണിക്കുക. ഹല്ലേലൂയ. ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പ്രിയ മാതാവേ, നിന്റെ ശബ്ദം എൻ്റെ ദൈവം കേൾക്കുക. നീ ആ യേശുവിനെ വിളിച്ചതിൻ്റെ ശബ്ദം എൻ്റെ യേശു കേൾക്കുക. ആ കണ്ണേശു തുറക്കുക. നീ നിന്റെ തലമുറ നോക്കി കാണുവാൻ പോകുക. യെശയ്യാ 12 ഇങ്ങനെ പറയുന്നു, ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയാഹ് യാഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ടും, അവൻ എൻ്റെ രക്ഷയായിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടാതെ ആ യഹോവയിൽ ആശ്രയിക്കും. നമുക്ക് നമ്മുടെ എല്ലാ തലകളെ മടക്കിയ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, ഭയപ്പെടാതെ. യേശുവേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നപ്പാ, ഞാൻ എന്നെ തന്നെ അങ്ങനെ സന്നിധിയിലേക്ക് താഴ്ത്തരുന്ന കർത്താവേ, എൻ്റെ ശബ്ദം കേൾക്കുന്നു, എനിക്ക് മറുപടി തരുന്ന എൻ്റെ പിതാവേ. യേശുവേ, എൻ്റെ അവസ്ഥകളെ ഓർക്കാതെ, എൻ്റെ കുറവുകളെ ഓർക്കാതെ, ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവേ, എൻ്റെ തലകളെ ഉയർത്തുന്ന എൻ്റെ യേശുവേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ. പ്രിയജനത്തെ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ, വേഗം വരണമേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.